AC, TV, നിലത്ത് പതുപതുത്ത സ്പോഞ്ച് പാരപ്പറ്റ്, ചുവരുകളിൽ പല വർണ്ണങ്ങളിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളും അക്ഷരമാലകളും. മലപ്പുറം നഗരസഭയിലെ അംഗനവാടിയിലെ സൗകര്യങ്ങളാണ് പറയുന്നത്. ഒന്നും രണ്ടുമല്ല, 64 അംഗനവാടികളാണ് മലപ്പുറം നഗരസഭ ഇത്തരത്തിൽ സ്മാർട്ടും ടെക്കുമാക്കി മാറ്റുന്നത്. സാധാരണക്കാരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം അപ്രാപ്യമാക്കരുതെന്നും കുഞ്ഞുനാൾ മുതൽ അവർക്ക് ഇതെല്ലാം പരിചിതമാകണമെന്നുമുള്ള വലിയ ലക്ഷ്യമാണ് നഗരസഭയെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. നഗരസഭയിലെ എല്ലാ അംഗനവാടികളും AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കി ആധുനികവൽക്കരിക്കുകയാണ് മലപ്പുറം നഗരസഭ. ഇത്തരത്തിൽ ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ നഗരസഭയായിരിക്കും മലപ്പുറത്തെ. നമ്മോടൊപ്പം ചേരുന്നത് നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിയാണ്. മലപ്പുറം വീണ്ടും മാതൃകയാവുകയാണല്ലോ അല്ലേ? ഈ പദ്ധതി പ്രകാരം നഗരസഭയിലുള്ള 64 അംഗനവാടികളും എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി ആധുനിക സൗകര്യങ്ങളായിട്ടുള്ള സ്മാർട്ട് TV, കിഡ്സ് ഫ്രണ്ട്ലി പെയിന്റിങ്ങുകൾ, സോഫ്റ്റ് ഫ്ലോറിങ്സുകൾ, മോഡേൺ ടോയ്സുകൾ തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി നമ്മുടെ അംഗനവാടികൾ ഇന്നു മുതൽ പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളിലാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെയും പഠിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കൊടുക്കുക വഴി വിദ്യാഭ്യാസം മാത്രമല്ല, ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് കുട്ടികൾക്ക് ഉയർന്ന പശ്ചാത്തല സൗകര്യങ്ങൾ പഠിച്ചു വരുമ്പോഴുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് നഗരസഭ ഈ പദ്ധതി തുടക്കം കുറിച്ചത്. ഇന്ന് 6 അംഗനവാടികൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. അടുത്ത ദിവസം ബാക്കിയുള്ള അംഗനവാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാ അംഗനവാടികളും, സ്വന്തമായി കെട്ടിടമുള്ളതും വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ അംഗനവാടികളെയും ഇന്റീരിയർ മുഴുവനായും കുട്ടികൾക്കുള്ള കിഡ്സ് ഫ്രണ്ട്ലി പെയിന്റിങ്ങുകൾ, പുറംഭാഗം ഒരു ട്രെയിനിന്റെ കോച്ചിനെ, അതായത് കുട്ടികൾക്ക് ആകർഷകമായ ഇഷ്ടപ്പെട്ട ഇടമാക്കി മാറ്റുന്നതിനുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് യഥാർത്ഥത്തിൽ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. സാധാരണ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും മനസ്സിലുള്ളത് ഒരു കുടിസായ സ്ഥലം, അവിടെ കുറച്ച് കളിപ്പാടുകൾ മാത്രം. ആ ഒരു കൺസെപ്റ്റ് വലിയൊരു പൊളിച്ചെഴുത്താണല്ലോ അതിൽ. 1.5 കോടി രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ അംഗനവാടികൾ പ്രയോറിറ്റിയിൽ വരാറില്ല. കാരണം പ്രധാനപ്പെട്ട റോഡ്, മറ്റ് സംവിധാനങ്ങൾക്ക് നീക്കി വെച്ചാൽ പിന്നെ പണം തികയാതെ വരും. നഗരസഭ അതിന് പകരം കണ്ടൊരു സമീപനം ഏറ്റവും ഉയർന്ന തുക നൽകിയത് അംഗനവാടികൾക്കാണ്. ഈ വർഷം ഇത് പൂർത്തിയാകുന്നതോടുകൂടി മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾക്ക് മറ്റു മേഖലകളിൽ നിന്ന് പണം കണ്ടെത്തി നഗരസഭയുടെ വിഹിതവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ഒരു പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഇത്ര വലിയ തുകക്കുള്ള പദ്ധതി നഗരസഭ നടപ്പിലാക്കിയത്. 1.5 കോടി രൂപ മൊത്തം വരുന്ന അംഗനവാടിക്ക് ഓരോ അംഗനവാടിയുടെയും അതിന്റെ വ്യാപ്തി അനുസരിച്ച് കൂടിയും കുറഞ്ഞു 2 ലക്ഷം മുതൽ മുകളിലേക്ക് ഇതിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ഓരോ അംഗനവാടിക്കും വേണ്ടി നിലവിൽ നഗരസഭ അതെ, അതായത് നഗരസഭയുടെ ഒരു സമീപനം വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് സോഴ്സസ് ഓഫ് കണ്ടെത്തിയിട്ട് വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ മറ്റും ഫണ്ട് കണ്ടെത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള തുകകൾ ഇത്തരത്തിലുള്ള അടിസ്ഥാന മേഖല, അതായത് വയോജനങ്ങൾക്ക് കിറ്റ് നൽകുക, സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ രീതിയിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുക. ഇനി മറ്റൊരു പദ്ധതി കൂടി നഗരസഭയിലെ മുഴുവൻ ഗവൺമെന്റ് LP UP സ്കൂളുകളും എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി പൂർത്തീകരിക്കുകയാണ്. അതിന്റെ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങി. ആദ്യ ഘട്ടത്തിലുള്ള ഗവൺമെന്റ് LP സ്കൂളിന്റെ എയർ കണ്ടീഷനിങ് പ്രോജക്ട് ഈ മാസത്തോടു കൂടി പൂർത്തിയാവുകയാണ്. എങ്ങനെയാണ് ഇതിനുള്ള സ്വീകാര്യത? എങ്ങനെയുണ്ട് ജനങ്ങൾ? നിങ്ങൾക്കറിയാം, ഓരോ സ്ഥലത്തും തിങ്ങിക്കൂടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒരു ഉത്സാഹവും ആവേശവും ഒക്കെ ജനങ്ങൾ എത്രമാത്രം ഹൃദയത്തിലേറ്റുന്നു എന്നുള്ളതിന് തെളിവാണ്. ഇന്ന് നടന്ന എല്ലാ ഉദ്ഘാടന ചടങ്ങും ഒന്നിനൊന്ന് മികച്ച വലിയ ജനബാഹുല്യം, പ്രത്യേകിച്ച് കുട്ടികളുടെ അമ്മമാര്. കാരണം കുട്ടികൾ പകൽ സമയത്ത് ഇരിക്കുന്നത് ഇവിടെയാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ. മാത്രമല്ല ഉച്ചയുറക്കം പോലുള്ളതിൽ ഇത്തരത്തിലുള്ള ശീതീകരിച്ച സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സാധാരണ കുട്ടികളും ഉയർന്ന സൗകര്യത്തിന്റെ ഒരു ജീവിത സാഹചര്യത്തിന് പരിചയപ്പെടാൻ അവസരം. അതൊരു അടിസ്ഥാനപരമായി സാമ്പത്തിക സൗകര്യമുള്ളവന്റെ വീട്ടിൽ നിന്ന് നല്ല പൈസ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും. അവിടെ പശ്ചാത്തല സൗകര്യങ്ങളുണ്ടാവും. ഇല്ലാത്തവരുടെ മക്കളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പലപ്പോഴും എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു അന്തരം കുട്ടികളിൽ ചെറുപ്രായത്തിലെ ഉണ്ടാക്കുന്ന ഒരു മാനസികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുണ്ട്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് എല്ലാ അംഗനവാടികളും ഈ രീതിയിൽ സജ്ജീകരിച്ചതിന്റെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം. രാജ്യത്തിനാകെ മാതൃകയാണ് മലപ്പുറം വീണ്ടും. താങ്ക് യു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കാണാം. കുട്ടികളൊക്കെ നല്ല കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളി തുടങ്ങി. നമ്മൾ ഈ നിൽക്കുന്ന നിലം ഇത് വളരെ സോഫ്റ്റാണ്. കുട്ടികളൊന്നും വീണാലൊന്നും സംഭവിക്കില്ല. അബദ്ധത്തിൽ വീണാലും ഇനി വേണം കിടന്നുറങ്ങാം. അത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള നിലമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അംഗനവാടിയിൽ ചിത്രങ്ങൾ കാണാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പൂമ്പാറ്റകളായിക്കോട്ടെ, മറ്റ് മൃഗങ്ങളുടെ രൂപത്തിലുള്ള കഥാപാത്രങ്ങളുടെ അക്ഷരമാലകളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഒരു സ്വകാര്യ
ഈ കിൻഡർ ഗാർഡനിൽ ഉണ്ടാകുന്നതിനേക്കാൾ മികച്ച രീതിയിലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും മലപ്പുറത്തിന് അഭിമാനിക്കാം. മലപ്പുറം മാതൃകയാവുകയാണ്. സാധാരണക്കാരന്റെ മക്കളും ഏറ്റവും മികച്ച സൗകര്യങ്ങളിൽ അടിസ്ഥാന വിദ്യാഭ്യാസം തുടങ്ങുന്നു, അതിനുള്ള സൗകര്യം ഒരുക്കുന്നു എന്നതിൽ മലപ്പുറം നഗരസഭയ്ക്ക് അഭിമാനിക്കാം. മലപ്പുറം മാതൃകയാവുകയാണ് കേരളത്തിനും രാജ്യത്തിനും. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18.